സാമ്പത്തികമായി കടക്കെണിയിൽ നിൽക്കുന്ന പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ COP30 കൈനീട്ടി നിൽക്കുന്ന ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സാമ്പത്തികമായി വലിയ കടുത്ത പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുർബലമാകുന്ന വികസ്വര രാജ്യങ്ങൾക്ക് വേഗത്തിലുള്ളതും ഗ്രാന്റ് അടിസ്ഥാനമാക്കിയുള്ളതും പ്രവചനാതീതവുമായ ധനസഹായം നൽകണമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബ്രസീലിലെ അവിടെ വെച്ച് നടന്ന UN കാലാവസ്ഥ ഉച്ചകോടിയിൽ ആ വേളയിൽ വെച്ചാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു സഹായ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി ഏകോപന മന്ത്രാലയവും യുണിസെഫും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നഷ്ടവും നാശനഷ്ടവും പ്രവർത്തനക്ഷമമാക്കൽ, ദുർബല രാജ്യത്തിലെ ധനസഹായ പ്രതിരോധവും വീണ്ടെടുക്കലും എന്ന തലക്കെട്ടുള്ള ഒരു ഉന്നതതല പരിപാടിക്കിടയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത്തവണ ബ്രസീലിൽ നടക്കുന്ന COP30 രാജ്യം അടിയന്തരമായി തന്നെ ഗ്രാന്റ് അധിഷ്ഠിത കാലാവസ്ഥാ ധനസഹായം തേടിയിരിക്കുകയാണ്. പാകിസ്ഥാനാകട്ടെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ തുടരുന്നതിനാൽ തന്നെ ആഗോളതലത്തിൽ ധനസഹായം ആവശ്യം അതാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമാണ് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നതും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുർബലമാകുന്ന വികസ്വര രാജ്യങ്ങൾക്ക് അതിവേഗത്തിലുള്ള ഗ്രാന്റ് അടിസ്ഥാനമാക്കിയാകും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആവർത്തിച്ചുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾ കടബാധ്യത കൂടുതൽ വഷളാകുകയും ആഗോള ഉൽപാദനത്തിന്റെ ഏറ്റവും കുറഞ്ഞ സംഭാവന നൽകിയ രാജ്യങ്ങളുടെ വികസന നേട്ടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ തന്നെ നൽകുന്നത്. അതേപോലെ തന്നെ ആഗോള ഹരിതഗൃഹവാതകത്തിൽ 1% താഴെ മാത്രം സംഭാവന നൽകുന്നുണ്ടെങ്കിൽ പോലും ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ പാകിസ്ഥാൻ വൻതോതിലുള്ള നിക്ഷേപമാണ് നടത്തിവരുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് മറ്റ് ആവശ്യങ്ങൾക്കായി തന്നെ അവരുടെ പണം ഉപയോഗിക്കാതെ തന്നെ അവർ പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി ഏകോപന സെക്രട്ടറി കൂടിയായ വ്യക്തിയാണ് ഇക്കാര്യങ്ങളിൽ എടുത്ത കാര്യങ്ങൾ പറയുന്നതും. അതേപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടങ്ങൾ കാരണമാവും ഇത്തരത്തിൽ കാര്യങ്ങൾ അവിടെ വിനാശകരമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നും വ്യക്തമാവുന്നു. മാത്രമല്ല 2022 25 വലിയ വിനാശകരമായ വെള്ളപ്പൊക്കം അവരെ പാകിസ്ഥാനെ പിടിച്ചുലച്ചതും ഇതിനൊരു പ്രധാന കാരണമായി പറയുന്നു. മാത്രമല്ല ഈ രാജ്യങ്ങളിലെ ഇത്തരം ദുരന്തങ്ങൾ വലിയ വ്യാപ്തിയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ സൃഷ്ടിക്കുകയും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും എന്നാൽ സാമ്പത്തികമായി പോലും അവരെ ഒന്ന് താങ്ങി നിർത്താൻ പോലും തങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിലാണ് എന്നതാണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.